വെൽക്കം ബാക്ക് ടു ദ നോ വീഡിയോ. നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ കാണിച്ചു തരാം. ബിയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം വൈറ്റ് മെറ്റലാണ്. വൈറ്റ് മെറ്റൽ നോക്കുക. വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത് വൈറ്റ് മെറ്റൽ ബിയറിംഗ് ഹൗ ലോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ ലോഡ് മറ്റ് വെൻ കമ്പയർഡ് അതർ ബിയറിംഗ് മെറ്റീരിയൽ, മറ്റ് ബിയറിംഗ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് മെറ്റൽ ബിയറിംഗിന് എന്താണ് ലോ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, കാഡ്മിയം ബേസ്ഡ് അലോയിൽ നിന്നുള്ള ചോദ്യം ഇതാണ്. ബിയറിംഗ് മെയ്ഡ് ഔട്ട് ഓഫ് ദീസ് അലോയ്സ് ക്യാൻ വർക്ക് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഹൗ ഹയർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കാഡ്മിയം ബേസ്ഡ് അലോയ് അപ്പോഴേ കറുപ്പിച്ചേക്കാം. കോപ്പർ ലെഡ് അലോയ്സ് ആണ്. കോപ്പർ ലെഡ് അലോയ്സ് നോക്കുക, അതിനകത്ത് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കറുപ്പിക്കുക കോപ്പർ ലെഡ് അലോയ് ആണ്. അതിനൊപ്പം ചിലപ്പോൾ എന്ത് കാണിച്ചിട്ടുണ്ടാകും, ഇലക്ട്രിക്കൽ മോട്ടോറിന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിലായിരിക്കും എന്താണ് കണക്റ്റിംഗ് റോഡ്, ഇലക്ട്രിക്കൽ മോട്ടോർ, ഇങ്ങനെയൊക്കെ രീതിയിലായിരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഏതായിരിക്കും? കോപ്പർ ലെഡ് അലോയ് ആണ്. ഇനി ലെഡ് ബ്രോൺസ് ആൻഡ് ടിൻ ബ്രോൺസ് ആണ്. വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ അലുമിനിയം അലോയ്സ് ആണ്. അലുമിനിയം അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ഹാർഡ് ജേണൽസ്. അപ്പോഴേ കറുപ്പിച്ചേക്കുക അലുമിനിയം അലോയ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എക്സ്ട്രാ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബിയറിംഗ് ആൻഡ് ദ ജേണൽ ടു ഓവർകം ദ എഫക്റ്റ് ഓഫ് ഹൈ തെർമൽ എക്സ്പാൻഷൻ. ഓൾസോ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കറുപ്പിച്ചേക്കുക അലുമിനിയം അലോയ്സ് ആണ്. കാസ്റ്റേൺ നോക്കുക, ഇത് ഇതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്. കാസ്റ്റേൺ ഈസ് യൂസ്ഡ് ബിയറിംഗ് മെറ്റൽസ് ഫോർ ലൈറ്റ് ലോഡിംഗ് ആൻഡ് ലോ സ്പീഡ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കറുപ്പിച്ചേക്കുക കാസ്റ്റേൺ ആണ്. ഓക്കെ, അടുത്തത് സിൻഡേഡ് അലോയ്സ് ആണ്. സോ ഇവിടുന്ന് ചോദിക്കുന്നത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ഏതാണെന്നാണ്. ഓക്കെ, ദിസ് ബിയറിംഗ് ആക്ച്വൽ യൂസ് വിൽ ഓഫ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ടൈപ്പ്. ദിസ് ബിയറിംഗ് ആർ യൂസ്ഡ് ടു സിറ്റുവേഷൻ വെയർ ലൂബ്രിക്കേഷൻ ഇസ് ഡിഫിക്കൽട്ട്. ലൂബ്രിക്കേഷൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? സിൻഡേഡ് അലോയ്സ് ആണ്. അപ്പോഴേ കറുപ്പിച്ചേക്കുക ലൂബ്രിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ സെൽഫ് ലൂബ്രിക്കേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സിൻഡേഡ് അലോയ്സ് ആണ്. ഇത് മാത്രമല്ല, ഇപ്പം നൈലോൺ ആയിരുന്നാലും ടെഫ്ലോൺ ആയിരുന്നാലും ഈ പറയുന്ന സിൻഡേഡ് അലോയ്സ് ആയിരുന്നാലും സെൽഫ് ലൂബ്രിക്കേറ്റ് ആണ്. ഈ നൈലോൺ, ടെഫ്ലോൺ, അതുപോലെ തന്നെ ലാമിനേറ്റഡ് ഫിനോളിക്സ് എന്നിവ എന്താണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ ആണ്. അങ്ങനെയും ചോദ്യം വരാം. ഇതിനകത്ത് ചുവടെ പറയുന്നതിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഈ 3 ഓപ്ഷനും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം ഓപ്ഷൻ അതല്ലാത്ത ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ബിയർ മെറ്റീരിയൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ, സൈലന്റ് ഓപ്പറേഷൻ, എബിലിറ്റി ടു ബി മൗൾഡഡ്, ഡിഫറൻറ്റ് ഷേപ്പ്, ഈസിലി എലിമിനേഷൻ ഓഫ് ദ നീഡ് ഓഫ് ലൂബ്രിക്കേഷൻ എന്നിവയാണ്. ഓക്കെ, സോ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ലാമിനേറ്റഡ് ഫിനോളിക്സ് എന്ന് പറയുന്നത് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദിസ് മെറ്റൽ ഈസ് യെല്ലോ. അപ്പം ഇത് വലുതായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ചുവടെ പറയുന്നവയിൽ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഇല്ലാത്തതാണ്. അപ്പോൾ സിൻഡേഡ് അലോയ്സ്, നൈലോണ്, ടെഫ്ലോണ്, ലാമിനേറ്റഡ് ഫിനോളിക്സ്, ഈ 4 ഓപ്ഷൻസും ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കുക, ഇത് നമ്മൾ പറഞ്ഞു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ലൂബ്രിക്കേഷൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, സെൽഫ് ലൂബ്രിക്കേഷൻ ടൈപ്പാണ്. നൈലോൺ നോക്കുക, ദിസ് വൈഡ്ലി യൂസ്ഡ് ലൈറ്റ് ലോഡിംഗ് ഓപ്പറേഷൻ, നൈലോൺ ബിയറിംഗ് നീഡ് നോ ലൂബ്രിക്കേഷൻ, ഇറ്റ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ്. അവിടെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അവിടെ നോക്കുക ദിസ് മെറ്റീരിയൽസ് ആർ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ്. അപ്പം നൈലോൺ, ടെഫ്ലോൺ, സിൻഡേഡ് അലോയ്സിനും എന്താണ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ലാമിനേറ്റഡ് ഫിനോളിക്സിലാണെങ്കിൽ ഇത് അങ്ങനെ ദിസ് ഷുഡ് ബി അഡ്യൂക്കേറ്റ് ഫെസിലിറ്റേറ്റ് ഫോർ കൂളിംഗ് ദ ബിയറിംഗ് മേഡ് ഔട്ട് ഓഫ് ദീസ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. സോ അതുകൊണ്ട് ഇതായിരിക്കും അവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതായിട്ടുള്ള ഈ 3 മെറ്റീരിയൽ ഉണ്ടായിരിക്കും. നാലാമതായിട്ട് ഇത് നൽകിയിട്ടുണ്ടായിരിക്കും. ഇതിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇവിടേക്ക് വരാം. ടെഫ്ലോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? വൈഡ്ലി യൂസ്ഡ് ആസ് ലൈറ്റ് ലോഡിംഗ് ആപ്ലിക്കേഷൻ. ഓർത്ത് വെച്ചേക്കുക. ടെഫ്ലോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതായത് ഇതിന് റെസിസ്റ്റൻറ്റ് ടു അറ്റാക്ക് ഓഫ് കെമിക്കൽസ്. ഓക്കെ, റെസിസ്റ്റൻസ് ടു അറ്റാക്ക് ഓഫ് കെമിക്കൽസ്, ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻസ് ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്. ദ കോസ്റ്റ് ഓഫ് ദിസ് മെറ്റീരിയൽ ഹൈ ആൻഡ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇസ് ലോ. സോ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ഹൈ ആൻഡ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ലോ ഏതാണ്? ടെഫ്ലോൺ എന്ന് കറുപ്പിച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും പോയിന്റൂടെ കാണിച്ചിരിക്കും. അതായത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, റെസിസ്റ്റൻറ്റ് അറ്റാക്ക് ഓഫ് കെമിക്കൽസ്, ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അങ്ങനെ ഏതെങ്കിലും പോയിന്റൂടെ തന്നിട്ട് കോസ്റ്റ് ഓഫ് ദിസ് മെറ്റീരിയൽസ് ഹൈ ആൻഡ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ലോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഏതായിരിക്കും? ടെഫ്ലോൺ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. സോ ലൂബ്രിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഹൈ വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡോ, സെമി ഫ്ലൂയിഡോ, സോളിഡ് സ്റ്റേറ്റിലുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു എന്തിരിക്കുന്നു, ഓയിലി പ്രോപ്പർട്ടി ഉള്ളതായിട്ടുള്ള ഒരു ലൂബ്രിക്കറ്റ് ആണ് എന്ന് പറയുന്നത്. ലൂബ്രിക്കറ്റ് അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രിക്ഷൻ ചെയ്യുന്ന സമയത്ത്, 2 മെറ്റീരിയലുകൾ തമ്മിൽ മേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രിക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ആയിട്ട് അതെന്താ നശിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നല്ല വിസ്കോസിറ്റി ഉള്ളതായിട്ടുള്ള ഒരു ഓയിലായിരിക്കും, അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതിനിടയിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം, വിയർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് അഡീഷൻ, ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതുപോലെ തന്നെ മൂവിങ്
കൂളിംഗ് എലമെൻറ്റ് കൂൾസ് ചെയ്യാൻ പറ്റും, കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, മെഷീൻ എഫിഷ്യൻസിയെ കാര്യക്ഷമത ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം കണ്ടെത്തിയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്